ആമയെന്നുള്ള മനുഷ്യന് എത്ര ഇഷ്ടം? ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സത്യസന്ധത ഉണ്ടാവും ചില ആളുകൾക്ക്, എന്ത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുണ്ടാവും, ചിലപ്പോൾ ക്ഷമാശീലം ഉണ്ടാവും. അങ്ങനെ എന്താ അമ്മേനെ എത്ര ഇഷ്ടം? മെയിനായിട്ടുള്ള ഒരു ക്ഷമാശീലം സമ്മതിക്കണം. എന്ന് വെച്ചാൽ എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഡിവോഴ്സ് ആയിട്ടുണ്ടാവുക. എന്നെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. ഞാൻ ഇച്ചിരി ഒരു സൈക്കോ ടൈപ്പ് ഒരാളായിട്ടാണ് പുറമേ ഉള്ളവർ കാണുന്നതും. ഒരു ഏറെക്കുറെ അതിൻ്റെയൊക്കെ ഒരു വശങ്ങൾ നമ്മളതിലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഒന്ന്, ഈ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവം. അത് ആരെന്ത് പറയുന്നു അതിനെക്കൊണ്ട് എനിക്ക് ശത്രുക്കൾ ഉണ്ടാവുമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാൽ ഒപ്പം തന്നെ പ്രതികരിക്കും ഇങ്ങനെ. പക്ഷേ എന്നെ സഹിക്കാൻ ഇച്ചിരി പാടാണ്. ആ സഹനശക്തി വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയെ. ഇത് ഈ പറഞ്ഞത് നമ്മൾ കൊണ്ടുപോയി കല്യാണം കഴിക്കുക പിടിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിങ്ങാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരസ്പരം മനസ്സിലാക്കുക. ഇപ്പം ബ്രോൻ ഉണ്ടാവില്ല, വിഷ്ണു ഉണ്ടാവില്ല, ഒരു സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത് ഉണ്ടാവും, ഇല്ലേ? നമ്മൾ എന്തും പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, എപ്പോഴും വിളിക്കാൻ പറ്റുന്ന, വേറെ ആരുടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അതിപ്പം ഇച്ചിരി ആണെങ്കിൽ പോലും പറയാം സ്വാതന്ത്ര്യം എന്ന് വെച്ചിട്ട് അവർ തമ്മിൽ അങ്ങനെ മോശം റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നില്ല. അത് പറയാൻ പറ്റുന്ന ഒരു ചങ്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു ചങ്കാണ് അവളെ. എനിക്ക് അവ വന്ന് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആ 3 വർഷത്തോളം, ഞാൻ പറഞ്ഞില്ല 2 വർഷത്തോളം ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് അതിൽ നിന്ന് വീണ്ടും കുറച്ച് ചിരിക്കാനും കളിക്കാനും ബാക്കിയുള്ളവരോടും മിങ്കിൾ ചെയ്യും, കുറച്ചും കൂടി നമ്മൾ ആ ഒരു സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുത്ത് പോകാനും സഹായിച്ചത് അവൾ തന്നെ.